ഹലോ, എന്താണ് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിചാരിക്കുന്നു. ഞങ്ങളും സുഖമായിട്ടിരിക്കുന്നു. ഇന്ന് നമ്മൾ പോകുന്നത് ഖലീഫ പാർക്കിലോട്ടാണ് കേട്ടോ പോകുന്നത്. അവിടെ കമ്മ്യൂണിറ്റി കാർണിവൽ ഇന്ന് ആരംഭിച്ചിട്ടുണ്ട്. 14 തീയതി മുതൽ 23 തീയതി വരെയാണ് ഉള്ളത്. 13 വയസ്സ് താഴെയുള്ള എല്ലാ മക്കൾക്കും ഫ്രീ എൻട്രി ആണ്. അതിന് മുകളിലുള്ളവർക്ക് ഒരു 10 ദിറംസ് ടിക്കറ്റ് ഉണ്ട്. ഞങ്ങൾ ടിക്കറ്റ് നേരത്തെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ വൈകിട്ട് 7 മണി ഒക്കെയോട് കൂടിയിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയിട്ടുള്ളത്. അപ്പം ഞാനും ആങ്ങളെയും വൈഫും കൊച്ചും നമ്മുടെ കുരിയപ്പനും ഏണസ്റ്റും ഒക്കെ കൂടിയിട്ടാണ് പോകുന്നത്. അങ്ങനെ നമ്മൾ ഖലീഫ പാർക്കിൽ ഇവിടെ എത്തി, എൻട്രൻസിൽ എത്തിയിട്ടോ നമ്മൾ. അങ്ങനെ കുട്ടികളുടെ കയ്യിലെ പേരും ഫോൺ നമ്പറും എഴുതി സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചതിന് ശേഷം നമ്മൾ ടിക്കറ്റ് കാണിച്ചു കൊടുത്ത് നമ്മൾ അതിൻ്റെ ഉള്ളിലോട്ട് കയറാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അവർ അവിടെ നിന്ന് ഒരു കൂപ്പൺ തരുന്നുണ്ട്. അതിൻ്റെ ഉള്ളിൽ ഗെയിംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കൂപ്പണാണ് നമുക്ക് തരുന്നത്. അപ്പോൾ ഖലീഫ പാർക്കിൻ്റെ എൻട്രൻസൊക്കെ അതിമനോഹരമായിട്ട് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മളെ വെൽക്കം ചെയ്യാൻ തന്നെ അടിപൊളിയായിട്ടൊരു എൻട്രൻസ് അവിടെ ഒരുക്കിയിട്ടുണ്ട്. അങ്ങനെ കയറി ചെല്ലുമ്പോൾ തന്നെ നമുക്കിങ്ങനെ ഒരു ഊഞ്ഞാലുകൾ കുറേ തൂക്കിയിട്ട് വെക്കണ കാണാം. പക്ഷെ നമുക്ക് അവിടെ ഇരുന്ന് ആടാനൊന്നും പറ്റില്ല. ജസ്റ്റ് നമുക്ക് അവിടെ കയറിയിരുന്ന് ഫോട്ടോ ഒക്കെ എടുക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ ഇവർ രണ്ടാളും കയറിയിരുന്ന് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് അങ്ങനെ പോവുകയാണ് ചെയ്തത് കേട്ടോ. അങ്ങനെ നമ്മൾ ഫോട്ടോ എടുപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെയും അവിടെ നിന്ന് നടന്നു. അപ്പോൾ അവിടെ അടിപൊളി വാട്ടർ ഫൗണ്ടൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അതും കണ്ടു കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ കാർണിവൽ നടക്കുന്നിടത്തേക്ക് നമ്മൾ കയറുന്നത്. അതിൻ്റെ ഇരു സൈഡിലായിട്ട് നല്ല മനോഹരമായിട്ട് ഫ്ലവേഴ്സൊക്കെ അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ ആ മറ്റേ സൈഡിലും ഉണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങളിതാ ഉള്ളിലോട്ട് കയറുകയാണ്. അപ്പോൾ ഇവിടെ ഒത്തിരി ഗെയിമും ആക്ടിവിറ്റീസും ഒക്കെയാണ് ഉള്ളത്. ഓരോരോ കമ്പനിയും അവരുടെ കാര്യങ്ങളും ഒക്കെ ആയിട്ടാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ വന്നത് എത്തിഹാദ് പ്ലെയിനിൻ്റെ ഒരു സ്റ്റോളിലാണ് വന്നത്. സ്റ്റോളെന്നല്ല പറയാം, അവിടെ ജസ്റ്റ് ഗെയിം. അപ്പോൾ ഇവിടെ നമുക്ക് ഫോട്ടോ എടുക്കാനുള്ള സംഭവമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളവിടെ ഇരുന്ന് കൊടുത്താൽ മതി. നമുക്ക് ക്യാബിൻ ക്രൂ ആയിട്ടോ അല്ലെങ്കിൽ പൈലറ്റായിട്ടൊക്കെ ഫോട്ടോ എടുക്കാൻ പറ്റും. പിന്നെ അവിടെ കുട്ടികൾക്കായിട്ട് ആക്ടിവിറ്റി കളറിങ്, ചെറിയ പിള്ളേർക്ക് കളറിങ് ഉണ്ടായിരുന്നു. കുറച്ചുകൂടി മുതിർന്ന പിള്ളേർക്ക് ഒറിഗാമി പോലെ പ്ലെയിൻ ഉണ്ടാക്കാനുള്ള ഇൻസ്ട്രക്ഷനൊക്കെ വെച്ചിട്ടുള്ള സംഭവങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അതുപോലെ എത്തിഹാദ് പ്ലെയിനിൻ്റെ ഒരു മോഡൽ അവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. പിന്നെ അവിടുത്തെ കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. പാസ്പോർട്ട്, ട്രോളി ബാഗ്, അങ്ങനെ ഒത്തിരി സംഭവങ്ങളൊക്കെ അവിടെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അപ്പോൾ ഏണസ്റ്റ് അവിടെ ഇരുന്ന് അവൻ പ്ലെയിനൊക്കെ ഉണ്ടാക്കുകയാണ് ചെയ്തത്. പിന്നെ അതിനുശേഷം അവരവിടെ നിന്ന് ഒരു സ്റ്റിക്കറൊക്കെ അവർക്ക് കൊടുത്തു. അത് ആ പ്ലെയിനുമൊക്കെ ഒട്ടിച്ചു. അങ്ങനത്തെ ആക്ടിവിറ്റിയാണ് കേട്ടോ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഏണസ്റ്റിൻ്റെ ഉണ്ടാക്കി കഴിയണേ ഉള്ളൂ. അപ്പോൾ കുരിയപ്പനും ട്രീസാൻഡിയും കൂടിയിട്ടാണ് അവിടെ കളറിങ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവസാനം ട്രീസാൻഡി അടിപൊളിയായിട്ട് ഒരു കളറിങ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ സ്റ്റിക്കറൊക്കെ കിട്ടിയിട്ടോ. അപ്പോൾ ആ സ്റ്റിക്കർ അതുമ്പോൾ നമ്മൾ ഒട്ടിക്കാം. എന്നിട്ട് അതിന് ശേഷം നമ്മുടെ പേരൊക്കെ എഴുതിയിട്ട് അത് തൂക്കിയിടാനുള്ള ഒരു സ്ഥലമുണ്ട്. അപ്പോൾ അങ്ങനെ അവിടുത്തെ ആൾ വന്നിട്ട് ഏണസ്റ്റിൻ്റെ പ്ലെയിൻ അവിടെ തൂക്കിയിടണിച്ചിട്ട്, ഇതിനു മുമ്പ് ചെയ്തു പോയിട്ടുള്ള കുട്ടികളുടെ പ്ലെയിനാണ് അവിടെ തൂക്കിയിട്ടിട്ടുള്ളത്. അപ്പോൾ അത് നല്ല മനോഹരമായിട്ട് അവർ അവിടെ അലങ്കരിച്ചിട്ടുണ്ട് കേട്ടോ. ഞങ്ങളുടെ 3 പേരുടെയൊക്കെ ഫോട്ടോ എടുത്തോട്ടോ. ഫോട്ടോ ഞാൻ കാണിച്ചു തരാം. അടിപൊളിയായിട്ടുണ്ട് ഫോട്ടോ എടുത്തത്. കുര്യൻ്റെയും ഏണസ്റ്റിൻ്റെ എൻ്റെയൊക്കെയാണ് എടുത്തത്. അങ്ങനെ എത്തിഹാദിൻ്റെ അവിടെ നിന്ന് അങ്ങനെ ഇറങ്ങി അതിൻ്റെ ഓപ്പോസിറ്റുള്ള ഒരു സ്റ്റോളിലോട്ടാണ് പോയിട്ടുള്ളത്. അപ്പോൾ ഇവിടുത്തെ ഗെയിം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏത് കളറിലാണ് ലൈറ്റ് വരുന്നത് വെച്ചാൽ അത് നമ്മൾ അടിക്കുക. അങ്ങനെ ഉള്ള ഒരു പഞ്ചിങ് ഗെയിമായിരുന്നു അത്. അങ്ങനെ അത് ഗംഭീരമായിട്ട് ഏണസ്റ്റ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഒത്തിരി ആക്ടിവിറ്റീസ് ഉണ്ട് കേട്ടോ. ഇതും ഈ ആക്ടിവിറ്റീസിലൊക്കെ നമുക്ക് പങ്കെടുത്ത് കഴിഞ്ഞാൽ കുഞ്ഞു കുഞ്ഞു ഗിഫ്റ്റുകളൊക്കെ അവർ നമുക്ക് തരുന്നുണ്ട് കേട്ടോ. ബാഗ്, അതുപോലെ ചെറിയ ബുക്ക്ലെറ്റ്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആയിട്ട് അവർ നമുക്ക് തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുരിയപ്പനും അതിൽ പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഗെയിമും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി പിന്നെ അതുപോലെ തന്നെ വേറൊരു റണ്ണിങ് ഗെയിമാണ്. ഇത് പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ
ഓടുമ്പോൾ ആ ലൈറ്റ് ഫുള്ളായിട്ട് അവിടെ മുട്ടണം. അപ്പോൾ അങ്ങനെ കുര്യപ്പനും ഏണസ്റ്റും റണ്ണിങ്ങും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഗെയിമുകളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഫോട്ടോ എടുക്കാനുള്ള ഒരു സെക്ഷനും കൂടി ഉണ്ട്. അപ്പോൾ അങ്ങനെ നമ്മുടെ പേരും കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞ ശേഷം നമുക്ക് ഫോട്ടോ എടുക്കാം. അപ്പോൾ അവരുടെ ഒരു ഗിഫ്റ്റും നമുക്ക് കിട്ടി. അതിനുശേഷം അടുത്ത ഗെയിമിൻ്റെ സെക്ഷനിലോട്ടാണ് കേട്ടോ നമ്മൾ പോയത്. ഇതുപോലെയുള്ള എല്ലാ സ്റ്റോളുകളിലും എന്താ പറയുക, കുട്ടികൾക്കായിട്ട് കളറിങ് അവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവർ കളർ പെൻസിലും കളർ ചെയ്യാനുള്ള പേപ്പറൊക്കെ നമുക്ക് തരും. അതുപോലെ ഇത് ഏതൊരു അടുത്ത് വേറൊരു ഗെയിമാണ്. നമ്മൾ ഏത് കോയിൻ വീഴുന്നത് ഏത് ഭാഗത്തേക്കാണോ അതുപോലെ ഇത് അടിപൊളിയായിട്ടുള്ളൊരു സംഭവം തന്നെയായിരുന്നു. അതിൻ്റെ ഉള്ളിൽ കയറി നിൽക്കുമ്പോൾ ഇതെല്ലാം ഇങ്ങനെ ഇളകി കടലാസുകൾ ഇങ്ങനെ ഫാൻ പോലെ തിരിയും. പിന്നെ അവിടെ ഒരു ലേഡി വന്നിട്ട് ബബിൾസ് വിടുന്നുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ ഇങ്ങനെ കണ്ടിങ്ങനെ ആസ്വദിച്ചിങ്ങനെ പോവുകയാണ് കേട്ടോ. ഏണസ്റ്റ് കുറേ നേരം അത് പൊട്ടിക്കാനായിട്ട് എൻ്റെ പിന്നാലെയൊക്കെ നടക്കലൊക്കെ ഉണ്ട്. എല്ലാ പിള്ളേരും ഇതൊക്കെ തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും അതിൻ്റെ പിന്നാലെ ഓട്ടം തന്നെയാണ്. വലിയ വലിയ ബബിളാണ് വരുന്നത്. അപ്പോൾ കാണാനും നല്ല രസമുണ്ട്. ഇങ്ങനെ ഒത്തിരി ക്രിയേറ്റീവായിട്ടുള്ള ഗെയിംസുകളാണ് കേട്ടോ ഉള്ളത്. ഞാനിങ്ങനെ ഓരോന്നിങ്ങനെ വിശദീകരിക്കേണ്ട ആവശ്യമില്ല എന്നാണ് തോന്നുന്നത്. ഇതടുത്തൊരു ഗെയിമാണ്. ഓരോ സ്റ്റോളുകളിലും അങ്ങനെയുള്ള സംഭവങ്ങളുണ്ട്. പിന്നെ നമ്മൾ എൻ്റർടൈൻ ചെയ്യിക്കാൻ വേണ്ടി അവിടെ ഒത്തിരി വെറൈറ്റി ആൾക്കാരൊക്കെ അവിടെ വരുന്നുണ്ട്. പിന്നെ ഇതുപോലെ ഈ ഗെയിമുകളൊക്കെ നമ്മൾ വീഡിയോസിൽ കണ്ടിട്ടായിരിക്കും അടിയിൽ വെച്ചതിൻ്റെ അതിൻ്റെ സെയിം ആയിട്ട് വെക്കണത്. ഏണസ്റ്റ് രണ്ടെണ്ണം മാത്രം മിസ്സായി പോയുള്ളൂ. ബാക്കിയെല്ലാം അവൻ്റെ സെയിം ആയിട്ട് വന്നു. നമ്മൾ അവൻ്റെ ഫ്രണ്ടിൽ വന്ന് നിന്നിട്ട് അത് പറഞ്ഞു കൊടുക്കാനൊന്നും പറ്റില്ല കേട്ടോ. അത് അവർ നന്നായി ശ്രദ്ധിക്കുന്നുണ്ട്. അങ്ങനെ കുറച്ച് പേരൊക്കെ അവിടെ വന്നിട്ട് അതങ്ങനെ ചെയ്തു. പക്ഷേ അവർ വീണ്ടും റിപ്പീറ്റ് ചെയ്യിപ്പിച്ചു അവരെ കൊണ്ട്. അപ്പോൾ അത് പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റില്ല, നമുക്കറിയുന്നില്ല. അവരിങ്ങനെ ചെറിയ ചെറിയ ക്ലൂ പറയും, അതിനനുസരിച്ച് നമ്മളിങ്ങനെ മാറ്റുക. അതുപോലെ എത്രയാണ്ട് ചാൻസും ഉണ്ട്. അത് കഴിഞ്ഞാൽ നമുക്ക് മാറ്റാൻ പറ്റില്ല. അങ്ങനെ ഏണസ്റ്റിൻ്റെ ഈ രണ്ടെണ്ണം മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ടുള്ളൂ. ബാക്കിയെല്ലാം ഏണസ്റ്റിൻ്റെ കറക്റ്റായിരുന്നു. അങ്ങനെ ആ ഗെയിമും അവിടെ അവസാനിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ കുപ്പിക്കണേ. കുട്ടികളെ എൻ്റർടൈൻമെൻറ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്താ പറയുക, കുറേ ലൈറ്റ് മനുഷ്യന്മാർ വന്നിട്ടുണ്ട് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കുര്യപ്പനായിട്ട്. കുര്യപ്പന് ഇത്തിരി പേടിയുണ്ടായിരുന്നു. പിന്നെ അടുത്ത ഗെയിമിലോട്ട് പോയി. അതായത് നമ്മുടെ ഓരോ വസ്തുക്കൾ റീയൂസ് ചെയ്യുന്നത്, പിന്നെന്തുവാ റീപ്രൊഡക്റ്റ് ചെയ്യാൻ പറ്റുന്നത്, അങ്ങനെ ട്രിപ്പിൾ ആർ ഉണ്ടല്ലോ, അത് കഴിഞ്ഞു. അടുത്ത സെക്ഷനിലോട്ട് പോയി. ഇങ്ങനെ എന്താ പറയുക, ഒത്തിരി സെക്ഷൻ ഇവിടെ ഉണ്ട് കേട്ടോ. നമ്മൾ ഓരോന്നിലേക്ക് ഇങ്ങനെ മാറി മാറി പോകണേ. ഇവിടെയുള്ളത് ചെടി നടലാണ് കേട്ടോ. അതുപോലെ കുറച്ച് സ്റ്റാളുകളൊക്കെ ഇവിടെ ഉണ്ട്. വെജിറ്റബിളിൻ്റെ ഫ്രൂട്ട്സിൻ്റെ ഒക്കെ സ്റ്റാളുകൾ ഇവിടെ ഉണ്ട്. ചെടികൾ അതുപോലെ സീഡ്സ് എങ്ങനെയൊക്കെയാണ് നടുന്നതെന്നാണ് ഇവിടെ കാണിച്ചു കൊടുക്കുന്നത് കേട്ടോ. പിന്നെ ഞങ്ങൾ അടുത്ത സംഭവത്തിലേക്ക് പോയത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്വന്തമായിട്ട് ജ്യൂസ് അടിക്കുന്ന ഒരു സംഭവമാണ്. ഈ സൈക്കിളിൽ വെച്ചിട്ടാണ് നമ്മൾ ജ്യൂസ് അടിക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ അവിടെ കൗണ്ടറിൽ പോയിട്ട് നമ്മൾ പറയണം ഏത് ജ്യൂസാണ് നമ്മൾ ഉണ്ടാക്കുന്നതെന്ന്. അങ്ങനെ നമ്മൾ സെലക്ട് ചെയ്ത് ഓറഞ്ച് ജ്യൂസാണ്. അപ്പോൾ അങ്ങനെ ഓറഞ്ച് ജ്യൂസ് വെച്ചിട്ട് അവിടെ വെച്ചു. അങ്ങനെ സൈക്കിൾ ചവിട്ടി ജ്യൂസ് അടിക്കുക, അതായിരുന്നു പരിപാടി. അങ്ങനെ നമുക്ക് ജ്യൂസ് അടിച്ച ജ്യൂസ് നമുക്ക് തരും കേട്ടോ. ഒരു ഗ്ലാസ്സിൽ ഒഴിച്ചിട്ട് തരും. അപ്പോൾ അങ്ങനെ ഓറഞ്ച് ജ്യൂസ് അങ്ങനെ നമുക്ക് കിട്ടി കേട്ടോ.
ഇങ്ങനെ ഒത്തിരി ഗെയിമിങ്ങിൻ്റെ സംഭവങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് അവിടെ നിന്ന് അങ്ങോട്ട് നീങ്ങിയിട്ടാണ് ഫുഡ് സ്റ്റോളുകളും അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് അങ്ങനെ പോകുന്ന വഴിയിൽ ഇങ്ങനെ വീഡിയോ എടുത്തെന്ന് മാത്രം. പിന്നെ ഇന്ന് ആദ്യത്തെ ദിവസമായതുകൊണ്ടാന്ന് തോന്നുന്നു അധികം തിരക്കൊന്നുമില്ല. ഇനി അവിടെ നിന്ന് ഇങ്ങോട്ട് ആളുകളൊക്കെ ഒന്ന് അറിഞ്ഞു വരുമ്പോൾ അത്യാവശ്യം നല്ല തിരക്ക് കാണും കേട്ടോ. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഫുഡ് സ്റ്റോളുകൾ. അത് വേഗം കഴിഞ്ഞ വശം ഞങ്ങൾ അടുത്ത ഗെയിമിലോട്ട് പോയി. ഈ ഗെയിം സൈക്കിൾ റേസിംഗ് ആണ്. അപ്പോൾ അത് ജസ്റ്റ് എൻജോയ് ചെയ്തു കേട്ടോ ഞങ്ങളെല്ലാവരും. കോപ്പിറൈറ്റ് ഇഷ്യൂ വരുന്നത് കൊണ്ടാണ് കേട്ടോ ഇതിൻ്റെ ഒന്നും ശബ്ദം ഇടാത്തത്. കാരണം ഇതിൻ്റെ ഒക്കെ പിന്നിൽ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഉണ്ട്. അപ്പോൾ അത് വന്നു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഈ പറഞ്ഞൊക്കെ നമ്മൾ കോപ്പിറൈറ്റ് ഇഷ്യൂ വന്നിട്ട് ട്യൂണ് മാറ്റുമ്പോൾ അതെല്ലാം അങ്ങനെ പോവാണ്. അങ്ങനെ എനിക്ക് 2-3 വീഡിയോയ്ക്ക് അങ്ങനെ അബദ്ധം പറ്റിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അതിൻ്റെ ഒന്നും ശബ്ദമില്ലാണ്ട് എൻ്റെ വോയിസ് മാത്രമായിട്ടാണ് തരുന്നത് കേട്ടോ. അങ്ങനെ ആ സൈക്ലിങ് കഴിഞ്ഞു. അവന് 23 മീറ്റർ 62 സെക്കൻഡ് കൊണ്ട് കംപ്ലീറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് അടുത്ത സെക്ഷനിലോട്ട് പോയി. ഇവിടെയുള്ളത് ഇതിനെന്തോ ഒരു പേര് പറയുമല്ലോ, ഈ കളിയുടെ പേര് ഞാൻ സത്യത്തിൽ മറന്നുപോയി. ഈ പന്ത് ഇങ്ങനെ തട്ടി തട്ടി അവസാനം അതിലേക്ക് എത്തിക്കാണ്. ഒറ്റയടിക്ക് നമുക്ക് അടിച്ചിട്ട് അങ്ങോട്ട് എത്തിക്കാൻ പറ്റില്ല. കാരണം ഇവിടെയൊക്കെ അത് പന്ത് അടിച്ച് കഴിഞ്ഞാൽ അതേ സ്പീഡിൽ തിരിച്ചു വരും. അങ്ങനെ തട്ടി തട്ടി അവിടെ ഒരു കുഴിയുണ്ട്, ആ കുഴിയിലോട്ട് നമ്മൾ എത്തിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ആ ഗെയിം കഴിഞ്ഞതിന് ശേഷം അടുത്ത ഗെയിം എന്താണെന്ന് വെച്ചാൽ ഫുട്ബോൾ കളിക്കലാണ്. അപ്പോൾ നമ്മൾ അവിടെ ഒരു ലേസർ പോലെ ഒരു സംഭവമുണ്ട്. അവിടെ നമ്മൾ കാല് വെച്ചിട്ടുണ്ടായിരിക്കണം. എന്നിട്ട് നമ്മൾ വെർച്വലായിട്ട് പന്തടിക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് എത്രയോ 5 ചാൻസ് എന്തോ എത്രയോ ഉണ്ട്. അതിൻ്റെ ഉള്ളിൽ നമ്മൾ ഗോൾ അടിക്കുകയാണെങ്കിൽ നമ്മൾ വിൻ ചെയ്യും. അങ്ങനെയാണ് സംഭവം. അപ്പോൾ ആദ്യത്തെ ഗോളായില്ല. അങ്ങനെ 2-3 പ്രാവശ്യം ചെയ്തപ്പോൾ രണ്ടാമത്തെ 3-ാമത്തെ ഒക്കെ ആയിട്ട് ഏണസ്റ്റിന് ഗോള് ചെയ്യാൻ പറ്റി കേട്ടോ. അങ്ങനെ അടുത്ത സെക്ഷനിലോട്ട് കയറി. അപ്പോൾ ഇവിടെ കുറച്ച് പസിലും പിന്നെ ലൈറ്റിൻ്റെ കുറച്ച് സംഭവങ്ങളൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ആദ്യം ഇവിടെ കൊടുത്തിരിക്കുന്ന പ്ലഗുകൾ അവിടെ കുത്തിക്കഴിഞ്ഞാൽ ഈ കാണുന്ന കമ്പി പോലത്തെ സംഭവം ഉണ്ടല്ലോ, അത് ഫുള്ളായിട്ട് കത്തുന്നതാണ് അയാൾ പറഞ്ഞ്. അത് നമ്മൾ ഏതാണെന്ന് നമുക്കറിയില്ല. അപ്പോൾ നമ്മളത് മാറ്റി മാറ്റി കുത്തി നോക്കണം. ഏണസ്റ്റ് കുറച്ച് നേരമൊക്കെ മെനക്കെട്ടിരുന്നു. പക്ഷേ ഒന്നും കറക്റ്റ് ആവാത്തത് കൊണ്ട് പിന്നെ ആ യജ്ഞം അവിടെ ഉപേക്ഷിക്കുകയാണ് ചെയ്തത്. അപ്പോഴേക്കും അടുത്ത ഗെയിമിലോട്ട് നമ്മൾ മാറുകയാണ് ചെയ്തത് കേട്ടോ. പിന്നെ നമ്മുടെ വിൻഡ് മില്ല് തിരിക്കാനുള്ള ഒരു അവസരമുണ്ട്. അപ്പോൾ അത് നല്ല ഫാസ്റ്റായിട്ട് അണസ്റ്റ് തിരിച്ച് കളിച്ചു. അതിനുശേഷം പിന്നെ ഉണ്ടായിരുന്ന അവിടെ പസിൽ ഗെയിമായിരുന്നു ഉണ്ടായിരുന്നത്. മാഗ്നറ്റിക് പസിലായിരുന്നു ഉണ്ടായിരുന്നത്. അവിടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. ആ പിക്ചറിന് അനുസരിച്ചിട്ടുള്ള പസിൽസ് അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഫില്ല് ചെയ്യലാണ്. ഏണസ്റ്റ് പകുതി ഏതാണ്ട് ഫില്ല് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവനെ വേറൊരു കുട്ടിയും കൂടി വന്നു. അങ്ങനെ അവർ 2 പേരും കൂടിയിട്ട് അത് കംപ്ലീറ്റ് ആക്കുകയാണ് ചെയ്തത് കേട്ടോ. അടുത്തൊരു ഗെയിം റേസിംഗ് ഗെയിമായിരുന്നു കേട്ടോ. അപ്പോൾ അത് നമ്മളിങ്ങനെ ക്യൂവിൽ നിൽക്കണം കേട്ടോ. ഓരോന്നും കിട്ടാൻ വേണ്ടിയിട്ട്, ഓരോ ഗെയിമും കിട്ടാൻ വേണ്ടിയിട്ട് ക്യൂ പാലിക്കണം. അപ്പോൾ അങ്ങനെ അവൻ്റെ കൂടെ എത്തിയപ്പോൾ ആ ഗെയിം അവൻ കളിച്ചു. അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം അവിടെ ഒരു ഫോട്ടോ എടുക്കാനുള്ളൊരു സെക്ഷൻ കൊണ്ടുണ്ടായിരുന്നു. ഇങ്ങനെ വെള്ളച്ചാട്ടമാണ്. അപ്പോൾ അവിടെ നമുക്ക് ഫോട്ടോ എടുക്കും, വീഡിയോ എടുക്കും, എന്ത് വേണമെങ്കിലും ചെയ്യാം. അതിൻ്റെ അവിടെ ഇരുന്നിട്ട് അപ്പോൾ ഏണസ്റ്റ് കുറച്ചേരം ഡാൻസ് കളിച്ച് വീഡിയോ ഒക്കെ എടുത്തു. അതിനുശേഷം അടുത്ത ഗെയിമിൻ്റെ സെക്ഷനിലോട്ട് എത്തി. അപ്പോൾ ഇവിടെ നമുക്കൊരു ആദ്യം പാസ്പോർട്ടൊക്കെ തരും. നമ്മളിവിടെ കുറേ ചെറിയ ചെറിയ ഗെയിമുകളുണ്ട്. അതൊക്കെ ഫില്ല് ചെയ്തിട്ട് അവസാനം നമുക്ക് ഇവിടെ തിരിച്ചു വന്ന സ്ഥലത്ത് തന്നെ എത്തണം. അങ്ങനെ ഇതൊക്കെ ഇത് നമ്മുടെ കൊറോണയുടെ ഷേപ്പിലുള്ള സംഭവങ്ങളാണ്. അപ്പോൾ അതുമേലൊന്നും തട്ടാതെ നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് കടന്നു വരണം.
എന്നിട്ട് സാനിറ്റൈസർ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കൊരു പ്ലേറ്റ് എടുത്തിട്ട് ഇതിന്ന് ഇഷ്ടമുള്ളത്ര കോരിയെടുക്കാം. എന്നിട്ട് അത് ഹെൽത്തി ഫുഡ് അൺഹെൽത്തി ഫുഡ് വേർതിരിച്ചിടലാണ്. അപ്പോൾ അങ്ങനെ അത് അവർ വേർതിരിച്ച് ഇടുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. ആ ഒരു ബോക്സിലേക്ക് വേർതിരിച്ചിടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അത് കഴിഞ്ഞ് ഒരു വാം എക്സസൈസ് പോലെയുള്ള ഒരു സംഭവമാണിത്. അങ്ങനെ അതും കടന്ന് ചാടി കടന്ന് ഇനി പിന്നെ ആ ലൈനിൽ കൂടെ നമ്മൾ നടന്നതിന് ശേഷം പിന്നെ അതിൻ്റെ ഉള്ളിൽ കൂടെ കടന്നതിന് ശേഷം നമ്മളവിടെ എത്തുകയാണ്. അവിടെ എത്തിയിട്ട് അവിടെ ചെറിയൊരു ഗെയിമുണ്ട്. നമ്മൾ ജമ്പ് ചെയ്യുമ്പോൾ അവിടെ എന്തോ ഫില്ല് ചെയ്യും. നമ്മൾ സാനിറ്റൈസർ ആയിരുന്നു അങ്ങനെ എന്തോ സംഭവമാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പം നമ്മളിങ്ങനെ ഓരോ ജമ്പ് ചെയ്യുമ്പോൾ നമ്മളത് ഫില്ല് ചെയ്ത് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അങ്ങനെ അതും കഴിഞ്ഞതിന് ശേഷം നമുക്ക് അവിടെ ഒരു ചെറിയൊരു സ്റ്റോറി പോലെ തരും. ആ സ്റ്റോറിക്കനുസരിച്ച് നമ്മൾ ആൻസേഴ്സ് പറയുകയാണ് ചെയ്യുന്നത്. അതും നമ്മളവിടെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഗെയിമിൽ നമ്മൾ കംപ്ലീറ്റ് ആയി. നമ്മൾ ഈ സെക്ഷൻ മൊത്തം നമ്മൾ കംപ്ലീറ്റ് ആവുകയാണ് ചെയ്യുന്നത് കേട്ടോ. അത് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ഒരു ഫോട്ടോ എടുക്കാനുള്ള ചാൻസ് തരും. അപ്പോൾ അങ്ങനെ ഇവിടെ നിന്നിട്ട് ഒരു ഫോട്ടോ ഒക്കെ എടുത്തു നമ്മൾ. അതിനുശേഷം നമുക്ക് ഇവിടുന്ന് ഒരു സർട്ടിഫിക്കറ്റും ഒരു ബാഗും ഒക്കെ നമുക്ക് തരും. നമ്മുടെ പാസ്പോർട്ടും അവർ ഫസ്റ്റ് തന്നിരുന്ന പാസ്പോർട്ടും ഒക്കെ ആയിട്ട് നമുക്കിങ്ങനെ ഒരു ഗിഫ്റ്റ് തരുന്ന പോലെ അവർ നമുക്കത് തരും. അങ്ങനെ നമ്മളിതാ അടുത്ത സെക്ഷനായി എത്തിയത് റെയിലിലാണ് എത്തിയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട്. പിന്നെ ചെറിയൊരു ഗെയിം സെക്ഷൻ ഉണ്ട്. അതിനുശേഷം വേറൊരു ഗെയിം സെക്ഷൻ എത്തി. അത് ട്രെയിനിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ട് ഒരു ഗെയിമിംഗ് ഉണ്ട്. അപ്പോൾ ഈ ഗെയിം എന്താണെന്ന് വെച്ചാൽ അവർ ആ തുറന്നു വെച്ചിട്ടുള്ള ഓരോ ബോക്സ് ഉണ്ടല്ലോ, ആ ബോക്സിൽ ഇവിടെ കുറേ ബോക്സുകൾ ഇവിടെ വെച്ചിട്ടുണ്ട്. അതിൻ്റെ സെയിം ബോക്സിൽ തന്നെ നമ്മൾ അവിടെ അതിൻ്റെ ഉള്ളിൽ വെക്കണം. ആദ്യം നമുക്ക് ആദ്യം എല്ലാം ഓപ്പണാക്കി കാണിച്ചു തരും. പിന്നെ ഈ കട്ടകൾ ഈ താഴെ വെച്ചിട്ടുള്ള ബോക്സുകളുണ്ടല്ലോ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മിക്സ് ചെയ്ത് വെച്ചിട്ട് ഏതിലാണ് ഏത് കളറാണ് വരുന്നതെന്ന് നമ്മൾ കറക്റ്റായിട്ട് പറയണം. അങ്ങനെയുള്ള ഒരു ഗെയിമാണ്. അപ്പോൾ അതും ഏണസ്റ്റ് എല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയുള്ള ഗെയിമുകൾ മാത്രം കളിക്കുന്ന സ്ഥലം മാത്രമല്ല, കുഞ്ഞു കുട്ടികൾക്കായിട്ടുള്ള ആയിട്ടുള്ള പാർക്കും കാര്യങ്ങളൊക്കെ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെയും ഒത്തിരി ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. കുര്യപ്പനായിട്ട് അവരങ്ങോട്ട് പോയി ഏണസ്റ്റ് ഇങ്ങനത്തെ കളികളിലൊക്കെ ഏർപ്പെട്ടപ്പോൾ പിന്നെ ഇവിടെ തന്നെ അങ്ങ് കൂടിയെന്ന് മാത്രം കേട്ടോ. അങ്ങനെ അടുത്ത ഗെയിമിലോട്ട് കയറി. ഇത് കുറച്ച് നേരം ഉണ്ടായിരുന്നു. ഇത് നമ്മുടെ ആ ട്രെയിനിൻ്റെ ഉള്ളിലിരുന്ന സംഭവമായിരുന്നു. അപ്പോൾ അത് അവൻ ശരിക്കും ഇറങ്ങി വന്നപ്പോൾ അയ്യോ ഞാൻ വേറെ ഏതോ ഒരു ലോകത്തിലേക്ക് സത്യമായിട്ട് പോയ പോലെയായിരുന്നു ഫീൽ ചെയ്തത്. അപ്പോൾ അത് സംഭവം അടിപൊളിയായിരുന്നു എന്ന് പറഞ്ഞു കേട്ടോ. ഇത് കുറച്ചധികം നേരം ഉണ്ടായിരുന്നു. ഏതാണ്ട് ഒരു 10 മിനിറ്റ് കഷ്ടി സമയം ഓരോരുത്തർക്കും ഉണ്ട്. അപ്പോൾ അതാണിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഗെയിം കളിക്കൽ കഴിഞ്ഞോട് കൂടിയിട്ട് ഞങ്ങൾ പിന്നെ വീട്ടിലോട്ട് തിരിക്കുകയാണ് ചെയ്തത്. കാരണം സമയം 10:30 11 മണിയോടുകൂടി ഇവിടെ അവസാനിക്കും. ഇനിയും കുറച്ച് സ്ഥലങ്ങളിലൂടെ നമ്മൾ കയറാനുണ്ട്. എന്തായാലും ഏണസ്റ്റും കുര്യപ്പനും ഒക്കെ നന്നായി എൻജോയ് ചെയ്തിട്ടുണ്ട്. എന്തായാലും കുട്ടികൾക്ക് ഒത്തിരി ഇൻഫോർമേറ്റീവായിട്ടുള്ള ഗെയിംസുകളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു സംഭവം തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഇവിടെ ഒന്ന് വന്ന് കാണണം. ഒത്തിരി നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സംഭവം തന്നെയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവർക്കും ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ആരും കാണാൻ മറക്കരുത്. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. താങ്ക്